ഒരു ബേസിക് മെഡിക്കൽ ഡിഗ്രി ഉള്ള ഡോക്ടറാണ്. അതായത് MBBS പഠിച്ചതിന് ശേഷം നമ്മൾ സൈക്യാട്രിയിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന MD എടുക്കുന്ന ഡോക്ടേഴ്സിനെയാണ് നമ്മൾ സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്നത്. ഈ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഡിഗ്രി അല്ല. ഇത് നമ്മുടെ ഫിസിയോതെറാപ്പിയൊക്കെ പോലെ തന്നെ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൗൺസിലിംഗ് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഗ്രിയാണ്. ഇനി എന്തിനാണ് നമ്മൾ സൈക്കോളജിക്കൽ ഹെൽപ്പ് തേടേണ്ടത്, എന്തിനാണ് സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ടത്? ഇപ്പം നമ്മളൊരു മൈൽഡ് ലെവൽ ഓഫ് ഡിപ്രഷൻ അല്ലെ മൈൽഡ് ലെവൽ ഓഫ് ആൻസൈറ്റി ഒക്കെ മാത്രമാണ് എങ്കിൽ നമുക്ക് സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ, അതായത് നമ്മൾ ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന സംഭവത്തിലൂടെ നമുക്കത് മാറ്റുവാൻ സാധിക്കും. ഡിപ്രഷൻ ഒരു മോഡറേറ്റ് ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൗൺസിലിങ്ങിലൂടെ മാത്രം അത് മാറ്റാൻ സാധിക്കുകയില്ല. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ കൂടെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ തലച്ചോറിലെ രാസപദാർത്ഥങ്ങളെ വീണ്ടും നമുക്ക് നോർമലാക്കാനുള്ള മെഡിസിൻ എടുക്കണം. എങ്കിലും മാത്രമേ നമ്മൾ മാറ്റം വരുള്ളൂ. സിവിയറിറ്റി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ്റെ ഹെൽപ്പ് കൂടിയേ പറ്റുള്ളൂ. പലപ്പോഴും രണ്ടുപേരും കൂടെ പാരലായിട്ടാണ് ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോവുക. അതായത് നമ്മൾ സൈക്കോതെറാപ്പിയും അതേപോലെ തന്നെ ഫാർമക്കോതെറാപ്പി, അതായത് മെഡിസിനും ഒരുമിച്ച് കഴിച്ചാലാണ് മാക്സിമം നമുക്ക് എഫക്റ്റ് കിട്ടുന്നത്.